RSSന്റെ ശാഖ തകർക്കാൻ വേണ്ടി CPIMകാർ വന്ന സമയത്ത് അതിനെ ചെറുത്തവരാണ്, അതിനെ തടയാൻ നേതൃത്വം കൊടുത്തവരാണ്, സംരക്ഷണം കൊടുത്തവരാണ് ഞങ്ങൾ കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞവരാ ആര്? സുധാകരൻ. അതുകൊണ്ട് നിങ്ങൾ ഈ RSSനെ വളർത്തിയത് ആരാ എന്നുള്ള ചോദ്യത്തിന് വേറെ ഉദാഹരണങ്ങൾ തേടി പോകേണ്ടതില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്കതാ പറയാനുള്ളത്. മറ്റൊന്നും നിങ്ങൾ പറഞ്ഞിരുന്നു, എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഐ വിൽ ഗോ വിത്ത് BJP എന്ന്. ഐ വിൽ ഗോ വിത്ത് BJP എന്ന്. ഐ വിൽ ഗോ വിത്ത് BJP. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും വസ്തുതാവിരുദ്ധാണ്. ഞാൻ അത് കരുതി മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ വെറുതെ ബഹളം വെക്കും എന്നുള്ളത് കൊണ്ടാണ്. ഞാനപ്പോ ഇടപെട്ടിട്ടില്ല. എന്റെ സമയത്ത് ഇടപെടരുത്. അങ്ങനെ നിങ്ങളുടെ നേതാവ് K. സുധാകരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ പറഞ്ഞത്. ഐ വിൽ ഗോ. ഇതാണ് ഈ രാജു പി നായർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സീനിയർ നേതാവല്ലേ? ഏത് ചർച്ചയിൽ വന്നിട്ട് ഇങ്ങനെ ബഹളം വെക്കുന്ന സ്വഭാവം കാണിക്കല്ലേ? ഞാൻ വളരെ മാന്യമായി എന്റെ അവസരത്തിൽ നിങ്ങൾ മാന്യതയില്ലാത്ത രീതിയിൽ ഇടപെടരുത്. നിങ്ങൾ ശുദ്ധ അസംബന്ധം ഇവിടെ പറഞ്ഞത്, ശുദ്ധ അസംബന്ധം. ഞാൻ മിണ്ടാതിരുന്നതാ. അതാ നിങ്ങളുടെ പാരമ്പര്യം, അതാ നിങ്ങളുടെ പാരമ്പര്യം. പിന്നെ RSSനോട് പറയാനുള്ളത്, നിഷാദെ എന്റെ സമയത്ത് ഇങ്ങനെ ഇടപെടാൻ അനുവദിക്കരുത്. എന്റെ സമയത്ത് ഇടപെടാൻ എന്റെ സമയത്ത് ഏത് രാജു പി നായരെയും ഇടപെടാൻ സമ്മതിക്കരുത് നിഷാദെ. അതൊരു മാന്യതയല്ല. ഇദ്ദേഹം എല്ലാ കാലത്തും ഉത്തരമില്ലാതെ ആവുമ്പോ ഇങ്ങനെ കൊഞ്ഞനം കാട്ടുന്ന പരിപാടിയായിട്ട് ഈ വൃത്തികെട്ട രീതിയിൽ വരും. നിങ്ങളൊന്നുമില്ല, ഇത്ര സീനിയർ നേതാവല്ലേ മിസ്റ്റർ? ഇങ്ങനെ കേട്ടത് എന്റെ സമയത്ത് എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. നിഷാദ് അദ്ദേഹത്തോട് നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന പൂർണ്ണമായും കേട്ടതാ. എന്റെ സമയത്ത് കാരണം ഇവിടെ 4 പേരുണ്ട്. ആ ചർച്ചയുടെ മാന്യത ഞാൻ കാണിച്ചു. നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിന്റെ നുണ മാത്രം കണ്ണൂരിലെ കോൺഗ്രസ് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് സുധാകരൻ പറഞ്ഞില്ല. പക്ഷെ സുധാകരൻ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ആളുകൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്തെ അനുഭവം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, RSSകാർ ഹിന്ദുത്വ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അവരിൽ നല്ലവരുണ്ടെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സുധാകരനാണ്.